മലയാള സിനിമയിൽ ഏറ്റവും ഹൈപ്പുള്ള ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ആരാധകരും സിനിമാ പ്രേമികളും ഒറ്റ ഉത്തരമേ പറയത്തുള്ളൂ. അത് മോഹൻലാൽ നായകനാകുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രമാണ്. ആ ചിത്രമാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നതും. മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി എമ്പുരാനിൽ കാണാം എന്ന് പറഞ്ഞ് ആരാധകർ പോകുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ വിശ്വാസം, അവരുടെ ആ ഫാൻ ബോയെ തൃപ്തിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ വിശ്വാസം അവർ എമ്പുരാനിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ആണ് അവരിൽ ഉണ്ടാക്കിയത്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഹൈ എക്സ്പെക്ടേഷൻ ആണ് എമ്പുരാനിൽ അവർ വെച്ചിരിക്കുന്നത്. റിലീസിന് ഒരുങ്ങാൻ പോകുന്ന മലയാള സിനിമയിൽ എമ്പുരാനോളം കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രമില്ല. സ്കെയിലും ക്യാൻവാസിലും മലയാള സിനിമയെ അത്ഭുതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എമ്പുരാൻ വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ തുടർച്ചയായാണ് എത്തുന്നത്. ഇപ്പോഴത്തെ ആരാധകരെ ആവേശത്തിലാക്കിയത് ചിത്രത്തിന്റെ ഒരു ലൊക്കേഷൻ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോഴാണ്. ഇന്നേ ദിവസം എമ്പുരാന്റെ ലൊക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എത്തിയിരിക്കുന്നു. നിരവധി വിദേശ ലൊക്കേഷനുകളിൽ ഷൂട്ടിംഗ് ഉള്ള എമ്പുരാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ UK-യിലായിരുന്നു ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ പൂർത്തിയായ വിവരങ്ങൾ പൃഥ്വിരാജ് അറിയിച്ചതും. അമേരിക്കയിൽ നിന്നുള്ള എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിത്രത്തിലെ റേഞ്ച് റോവർ കാറുകളുടെ നമ്പർ പ്ലേറ്റിൽ നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ എംബ്ലങ്ങൾ കാണാവുന്നതാണ്. ഇത് ഏത് സ്ഥലമെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ലെങ്കിലും ചിത്രത്തിലെ ഹെലികോപ്റ്ററുകളും ആഡംബര കാറുകളും കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഹെലികോപ്റ്ററും റേഞ്ച് റോവറുകളും ഒന്നും സിനിമയിൽ ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് ഈ സിനിമയിലെ ക്രൂവിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് മറ്റു പലരും. എന്നാലും ആരാധകരിൽ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും പറയാനില്ല. കാരണം ലൂസിഫർ എന്ന ചിത്രം എൻഡ് ചെയ്യുന്നത് തന്നെ മോഹൻലാൽ കറുത്ത ഡ്രസ്സും കറുത്ത ഹെലികോപ്റ്റർ കറുത്ത വണ്ടി ഒക്കെ കയറി പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ നോക്കിയപ്പോൾ ലൊക്കേഷനും ആ കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്റർ അടക്കം കാറുകൾ മുതൽ കറുപ്പാണ്. ഇതൊക്കെ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമാകുമെന്നതിൽ സംശയമൊന്നുമില്ല. ചിത്രത്തിന്റെ 3ാം ഷെഡ്യൂളാണ് അമേരിക്കയിൽ പുരോഗമിക്കുന്നത്. ജനുവരി 28-ന് മോഹൻലാലും ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മുരളി ഗോപിയാണ് തിരക്കഥ ഒരുക്കുന്നത്. ആശ്വാസ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമാകും എമ്പുരാൻ നിർമ്മിക്കുക. ഒക്ടോബർ 5-നാണ് എമ്പുരാന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് ചിത്രീകരണം. സുരേഷ് ബാലാജിയും ജോർജ് പയസ് തറയിലും ചേർന്നുള്ള വൈഡ് ആംഗിൾ ക്രിയേഷനാകും ലൈൻ പ്രൊഡക്ഷൻ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാകും ചിത്രം പ്രദർശനത്തിന് എത്തുക. എമ്പുരാൻ ഒരു വലിയ സിനിമയാണെന്ന് പൃഥ്വിരാജ് പറയുകയുണ്ടായി. വലിയ സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ കഥാപശ്ചാത്തലം വലുതാണ്. സിനിമ ഒരു സാധാരണ സിനിമയാണ്. ലൂസിഫറിൽ കണ്ട ടൈം ലൈനിന് മുമ്പ് നടന്ന കാര്യങ്ങളും ശേഷം നടന്ന കാര്യങ്ങളും എമ്പുരാനിൽ ഉണ്ടാകും. ഷൂട്ടിംഗ് എന്നാരംഭിക്കുമെന്ന് തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം അത് എവിടെയാണ് ചിത്രീകരിക്കേണ്ടത് എന്ന തീരുമാനം എടുക്കണം. എവിടെയൊക്കെ ചിത്രീകരിക്കും എന്ന് തീരുമാനമായാലാണ് ഒരു ടൈം ലൈൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. കാരണം കാലാവസ്ഥാപരമായി പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലുമാണ് ഷൂട്ടിംഗ് അനുയോജ്യം ആവുക. എന്തായാലും 2023 പകുതിയോടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ചിത്രീകരണം തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും പൃഥ്വി അന്ന് പറയുകയുണ്ടായി. എന്തായാലും 3ാമത്തെ ഷെഡ്യൂളിൽ എത്തി നിൽക്കുകയാണ് എമ്പുരാന്റെ ഇപ്പോഴത്തെ ഷൂട്ടിംഗ്.